എല്ലാവർക്കും ഭ്രാന്ത റൈസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ടൈം ആൻഡ് വർക്കാണ് നോക്കുന്നത്. അപ്പം ഒരു 7-8 ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം ടൈം ബൗണ്ടായിട്ട് ചെയ്യാൻ നോക്കണം. ടൈം ആൻഡ് വർക്കിന് ശേഷം നമ്മൾ പിന്നെ അതിൻ്റെ സീരീസ് റിപ്പീറ്റ് ചെയ്യും. പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, പിന്നെയും ടൈം ആൻഡ് വർക്ക്. അപ്പം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമ്മൾ ഓരോ 7 to 10 ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് പോകുന്ന സീരീസ് ആയിരിക്കും. സോ ഡിലിജൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചേ, എന്നാ പറയുന്നത്? If A, B and C together can complete a piece of work in 20 days and A alone in 24 days, then in how many days can B and C together complete the work? അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യണേ? നോക്കിക്കേ, 24 ദിവസം കൊണ്ട് എയ്ക്കൊരു പണി ചെയ്യാനായിട്ട് പറ്റും. എയുടെ എഫിഷ്യൻസി നമ്മൾ ടൈം ആൻഡ് വർക്കിൽ ഒരു കാര്യം ഓർത്തിരിക്കണം. അതായത് വർക്ക് എന്ന് പറയുന്നത് എപ്പോഴും ടൈം ഇൻറ്റു എഫിഷ്യൻസി ആയിരിക്കും. അതായത് ഒരു വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഞാൻ എത്ര എഫിഷ്യൻ്റ് ആണ്, ആ എഫിഷ്യൻസിയിൽ ഞാൻ എത്ര നാളാ വർക്ക് ചെയ്യും. അപ്പം ടൈമിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ എന്താണോ അത് നമ്മൾ വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എടുക്കും. അപ്പോൾ ഈ ഒരു കാര്യവും അതുവഴി വർക്ക് ബൈ ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് എഫിഷ്യൻസിയും കിട്ടും, ആൻഡ് വർക്ക് ബൈ എഫിഷ്യൻസി പറയുമ്പോഴോ നമുക്ക് ടൈമും കിട്ടും. അപ്പോൾ ഇത്രയും സെറ്റ് ബേസിക്കായിട്ട് ഒന്ന് ആലോചിച്ച് വെക്കണം. ടൈം ആൻഡ് വർക്കിൻ്റെ വളരെ ഫണ്ടമെൻ്റൽസ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന് വർക്ക് എന്ന് പറഞ്ഞ ടൈമിൻ്റെ എഫിഷ്യൻസി, പിന്നെ വർക്ക് ബൈ ടൈം എന്ന് പറയുന്ന എഫിഷ്യൻസി, ആൻഡ് ഫൈനലി വർക്ക് ബൈ എഫിഷ്യൻസി എന്ന് പറയുന്നത് ടൈം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമുക്കൊരു കുറച്ച് കാര്യം പറയാനുണ്ട്. അതായത് നമ്മൾ വർക്കിനെ ഒരു വർക്ക് 100% ചെയ്തു, അല്ലെങ്കിൽ ഒരു വർക്ക് മൊത്തം ചെയ്തു എന്ന് പറയുന്നെങ്കിൽ അതിൻ്റെ പേഴ്സൻറ്റേജ് കൺവേർഷൻ എങ്ങനെ, അതായത് ഒരു പണി മുഴുവൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ 100% ചെയ്യാമെന്ന് അർത്ഥം. അപ്പം 100% എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്ര? ഫ്രാക്ഷൻ 100/100 എന്ന് പറയുമ്പോൾ 100 ചെയ്യണം. അപ്പോൾ എത്ര വരും? 1. അതായത് ഒരു വർക്ക് മൊത്തം ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തു. അപ്പോൾ എൻ്റെ വർക്ക് 1 ആണെങ്കിൽ എഫിഷ്യൻസീസ് എത്ര വരും? ഒരു എക്സാമ്പിൾ പറയാം. 2 ആൾക്കാരുണ്ട്, എയും ബിയും. എൻ്റെ എഫിഷ്യൻസി എ, ബിൻ്റെ എഫിഷ്യൻസി ബി. അപ്പോൾ നോക്കിക്കേ, 2 പേരും ചെയ്യുന്നത് ഒരു യൂണിറ്റ് വർക്കാണ്. ഒരു ഫുൾ വർക്ക് സെയിം വർക്കാണ് ചെയ്യുന്നത് എങ്കിൽ എ ചെയ്യുന്ന വർക്കും ഒരു യൂണിറ്റ്, ബി ചെയ്യുന്ന വർക്കും ഒരു യൂണിറ്റ് എങ്കിൽ എൻ്റെ എഫിഷ്യൻസി എത്ര? എ ഡേയ്സ് ആണ്, അല്ലെങ്കിൽ ടൈം. എ എടുക്കുന്ന ദിവസം, അല്ലെ എ ദിവസം കൊണ്ട് ഒരു പണി തീർക്കും, ബി ദിവസം കൊണ്ടൊരു പണി തീർക്കും. അങ്ങനെയെങ്കിൽ എൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ എൻ്റെ ഡേയ്സ്. എഫിഷ്യൻസി ഈസിക്കൽ വർക്ക് ബൈ ടൈം. അപ്പോൾ എൻ്റെ ടൈം ഏ ദിവസമാണ്, വർക്ക് 1 ആണ്. അപ്പോൾ 1/a + 1/b എത്ര വരും? a + b/ab. അതായത് 2 പേരുടെ എഫിഷ്യൻസി ആഡ് ചെയ്യുമ്പോൾ a + b/ab എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എഫിഷ്യൻസീസ് ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് എഫിഷ്യൻസിയുടെ റെസിപ്രോക്കൽ അല്ല, നോക്കിക്കേ, വർക്ക് ബൈ ടൈം ആണ് എഫിഷ്യൻസി എങ്കിൽ വർക്ക് ബൈ എഫിഷ്യൻസി ആണ് ടൈം. അതായത് ടൈമും എഫിഷ്യൻസിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? a + b/ab ആണ് എൻ്റെ കമ്പൈൻഡ് എഫിഷ്യൻസി എങ്കിൽ 2 പേർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാനെടുക്കുന്ന ദിവസം എന്ന് പറയുന്നത്, അല്ലെ ടൈം എന്ന് പറയുന്നത് ടൈം കമ്പൈൻഡ് എന്ന് പറയുന്നത് വർക്ക് ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി. അപ്പം വർക്ക് എത്ര? ഒരു യൂണിറ്റ്. 1/ab/a + b, a + b/ab. അപ്പം എങ്ങനെ വരും? ab/a + b എന്ന് വരും. കമ്പൈൻഡ് ടൈം ഈസിക്വൽ ടു ab/a + b. ഇത് എപ്പോഴും ആലോചിച്ച് വെച്ചേക്കണം. അതായത് 2 ആൾക്കാർ, ഒരാൾ എ ദിവസമോ അല്ലെ എ മണിക്കൂറോ, രണ്ടാമത്തെ ആൾ ബി ദിവസമോ ബി മണിക്കൂറോ കൊണ്ടൊരു പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 2 പേരും കൂടെ ഒരുമിച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസം റാൻഡമായിട്ട് a + b ദിവസം എന്ന് പറയൽ, ഒരാൾ എ ദിവസം മറ്റേ ആൾ ബി ദിവസമാണ് a + b, 2 പേരുടെയും ഡേയ്സ് കമ്പൈൻ ചെയ്തിട്ടല്ല അവരുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. പകരം ab/a + b ഇത് എത്ര ദിവസമാണോ അത്രയും ദിവസം അവർ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എടുക്കും. ക്ലിയർ അല്ലേ? എഫിഷ്യൻസീസ് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. നോർമൽ ആഡ് ചെയ്യുക, കുറയ്ക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ദിവസം നമുക്ക് ആ രീതിയിൽ ലീനിയർ ലോജിക്കിൽ വർക്കൗട്ട് ആവത്തില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഇത് നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, എൻ്റെ എഫിഷ്യൻസി ഞാനിവിടെ എ ആയിട്ട് എടുത്തു. എൻ്റെ എഫിഷ്യൻസി എ. അപ്പം ഒരു ടൈമിൽ എ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എത്ര ദിവസം എ വർക്ക് ചെയ്യും? 24 × a. അതായത് ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ് ടോട്ടൽ വർക്ക്. അപ്പോൾ എൻ്റെ ടൈം 24, എൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എ. അപ്പോൾ ഇത്രയും യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ട് എ. അപ്പോൾ ഈ ഫുൾ വർക്ക് എ ചെയ്യണമെങ്കിൽ ഇത്ര എടുക്കും. ഈ സെയിം വർക്ക് വേറെ ആരും ചെയ്യുന്നുണ്ട്? എയും ബിയും സിയും ഒരുമിച്ചും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെയിം വർക്കാണ് എയും ബിയും സിയും
ഇത് അവരവരുടെ എഫിഷ്യൻസീസ് ആണ്. എഫിഷ്യൻസിയിൽ കമ്പൈൻഡ് എഫിഷ്യൻസിയിൽ 20 ദിവസം കൊണ്ട് തീർക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് വരും? 20A ഈസ് ഈക്വൽ ടു B + C ഇൻറ്റു 20 സോറി 4A. ഇതിൽ നിന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇപ്പുറത്ത് വരാൻ നേരം 4A ഈസ് ഈക്വൽ ടു B + C/20. അതായത് A/B + C എന്ന് പറയുന്നത് 20/4 വരും. അതായത് 5/1. എയുടെ എഫിഷ്യൻസി ടു B + Cയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 5/1 വരും. ഇനി നോക്കിക്കുക, എ എത്ര ദിവസം എടുക്കും? 24 ദിവസം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ടോട്ടൽ വർക്ക് 24 ഇൻറ്റു എൻ്റെ എഫിഷ്യൻസി എത്ര? 5. ഇനിയും ചോദിച്ചേക്കുന്നത് എന്താ? ബിയും സിയും ഒരുമിച്ച് എത്ര നാൾ എടുക്കും എന്നുള്ളത്. അപ്പം ബിൻ്റെയും സിൻ്റെയും ടൈം കാണാനായിട്ട് ടോട്ടൽ വർക്ക് എത്രയാണോ 24 ഇൻറ്റു 5 എഫിഷ്യൻസി ഓഫ് ബി ആൻഡ് സി. എഫിഷ്യൻസി ഓഫ് ബി ആൻഡ് സി എത്ര? 1. അപ്പോൾ ആൻസർ 120 ഡേയ്സ് എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും ഇതിൻ്റെ നിങ്ങളുടെ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് വായിച്ച് ചോദിക്കേ. A can do a piece of work in 72 days. He works at it for 9 days and then B alone finishes the remaining work in 42 days. In how many days will A and B working together finish this same work എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നോക്കിക്കേ, 72 ദിവസം ഞാൻ തൽക്കാലം എൻ്റെ എഫിഷ്യൻസി എയും ബിൻ്റെ എഫിഷ്യൻസി ബിയുമായിട്ട് എടുത്തു. ഇനിയും എ 72 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട് ആൻഡ് 9 ദിവസം വർക്ക് ചെയ്തിട്ടങ്ങ് പോയി എന്നാണ് പറയുന്നത്. അതായത് മൊത്തത്തിൽ 72 ദിവസം നിന്ന് പണിയെടുക്കണമായിരുന്നു. അതിൽ 9 ദിവസം മാത്രമേ എ പണിയെടുത്തിട്ടുള്ളായിരുന്നു. അതായത് 72 - 9 പോയ റിമൈനിങ് എത്ര ദിവസം കൂടെ എ പണിയെടുക്കണമായിരുന്നു? 72 - 9 63 ദിവസം എൻ്റെ എഫിഷ്യൻസിയിൽ പണിയെടുക്കണമായിരുന്നു. അതായത് 63 ഇൻറ്റു എ, ഇത്രയും വർക്ക് റിമൈനിങ് ആണ്. അതായത് എൻ്റെ എഫിഷ്യൻസി എ ഇൻറ്റു റിമൈനിങ് ഡേയ്സ് 63. അപ്പം ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി അല്ല ടൈം ഇൻറ്റു എഫിഷ്യൻസി എന്താ കിട്ടുന്നത്? വർക്ക് കിട്ടും. അപ്പോൾ ഇവിടെ റിമൈനിങ് ഡേയ്സ് ഇൻറ്റു എഫിഷ്യൻസി ചെയ്യുമ്പോൾ റിമൈനിങ് വർക്ക് കിട്ടും. അപ്പം 63 ഗുണം എ ഈസ് ഈക്വൽ ടു ഈ റിമൈനിങ് വർക്ക് ചെയ്ത് തീർക്കുന്നത് ആരാ? 42. കണ്ടോ? ഫിനിഷസ് ദ റിമൈനിങ് വർക്ക് ഇൻ 42 ഡേയ്സ്. അപ്പം ബി റിമൈനിങ് വർക്ക് ബിൻ്റെ എഫിഷ്യൻസി ബിയിൽ 42 ദിവസം കൊണ്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്യാൻ നേരം A/B എന്ത് വരും? എൻ്റെ എഫിഷ്യൻസി ഈസ് ടു ബിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 42/63. 7 കൊണ്ട് വെട്ടാൻ നേരം, അല്ല 21 കൊണ്ട് വെട്ടാൻ നേരം 3, 21 കൊണ്ട് വെട്ടാൻ നേരം 2. 2:3 എന്നുള്ള റേഷ്യോയിൽ അവരുടെ എന്ത് കിട്ടും? എഫിഷ്യൻസിയുടെ റേഷ്യോ കിട്ടും. ഇനി ചോദിച്ചേക്കുന്നത് ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ എ ആൻഡ് ബി വർക്കിംഗ് ടുഗദർ ഫിനിഷ് ദ വർക്ക് എന്നല്ലേ. അപ്പോൾ ടോട്ടൽ വർക്ക് എത്ര? ഇവിടെ ടോട്ടൽ വർക്ക് ആണെങ്കിൽ എ ഒരു ദിവസം 2 യൂണിറ്റ് ചെയ്യും. അങ്ങനെ 72 ദിവസം വർക്ക് ചെയ്യുമ്പോഴാണ് ഫുൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എ എത്ര ദിവസം? 2 ഇൻറ്റു എ എത്ര? ഒരു ദിവസം 2 യൂണിറ്റിൽ 72 ദിവസം വർക്ക് ചെയ്യും. 2 ഇൻറ്റു 72. ഇനി ടോട്ടൽ വർക്ക് ബൈ ടോട്ടൽ ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി ഡേയ്സ് എ ആൻഡ് ബി അല്ലേ. ടൈം ടേക്കൺ ബൈ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് അല്ലെ കമ്പൈൻഡ് എഫിഷ്യൻസി ഓഫ് എ ആൻഡ് ബി. ടോട്ടൽ വർക്ക് 2 ഇൻറ്റു 72 ബൈ കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? എൻ്റെ എഫിഷ്യൻസി 2, ബിൻ്റെ എഫിഷ്യൻസി 3. 2 + 3 5. അതായത് 144/5 വരും. ഏകദേശം എത്ര വരും? 140/5 28 സോ 28 ആൻഡ് 4/5 വിൽ ബി യുവർ ആൻസർ. അപ്പോൾ ഓപ്ഷൻ 1 ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? എങ്കിലും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. A can finish a work in 8 days and B can do the same work in 24 days. In how many days they work together can complete the work? അതായത് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ നേരം അവരെത്ര ദിവസം എടുക്കുന്നു എന്നുള്ളതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിക്കാൻ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു 2 ആൾക്കാർ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് ചെയ്യാൻ എടുക്കുന്ന ദിവസം തന്നിട്ടുണ്ടെങ്കിൽ അവർ കമ്പൈൻഡ് ആയിട്ട് എത്ര ദിവസം എടുക്കും ചെയ്യാന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? AB/A+B അല്ലേ. അതായത് ഒരാൾ എടുക്കുന്ന സമയം എ, ഒരാൾ എടുക്കുന്ന സമയം ബി എങ്കിൽ ഇവിടെ നോക്കി എ എടുക്കുന്ന സമയം 8, ബി എടുക്കുന്ന സമയം 24/24 + 8 32. 4 വെട്ടിപ്പോയി 6 ഡേയ്സ് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നേരം എത്ര ദിവസം എടുക്കും? 6 ഡേയ്സ് എടുക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം.
അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ബേസിക് ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നതായിരിക്കും ബേസിക് സർക്കിൾസ്. അതായത് ഓരോ സർക്കിളിനും മുമ്പ് നിങ്ങൾക്കൊരു എക്സാം നടത്തി എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തി നിങ്ങളെ സർക്കിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തും. അപ്പോൾ അതിനെ ഫോളോ അപ്പ് ചെയ്താണ് നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനും ഡിസ്കഷനും ഒക്കെ പോകുന്നത്. അതിന് ശേഷം വരുന്നതാണ് എക്സ്ട്രീം സർക്കിൾ. ഇപ്പോൾ കുറച്ചുകൂടെ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു 4 hour ഡ്യൂറേഷനിലുള്ളൊരു വർക്കൗട്ട് സെഷൻ ആയിരിക്കും. അവിടെയും നിങ്ങൾ ഒരു എലിജിബിലിറ്റി ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ്സ് ആക്കി ഇരുത്തും ആൻഡ് കമ്പൈൻ സ്റ്റഡി എഫക്റ്റീവായിട്ട് പോകുന്നതിനോടൊപ്പം നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനും വെണ്ടർ സപ്പോർട്ടും കാണും. അതിനുശേഷം വരുന്നതാണ് സൂപ്പർ ബാച്ച്. ഇപ്പോൾ ഓരോ മാസം ഓരോ എക്സാമിനും ഒരു പർട്ടിക്കുലർ എക്സാമിനും ഒരു 2 month പ്രയറായിട്ട് തുടങ്ങുന്ന ഒരു ബാച്ച് ആയിരിക്കും ഫോക്കസ് ബാച്ച് അല്ലെങ്കിൽ സൂപ്പർ ബാച്ച് എന്ന് പറയുന്നത്. സോ ദാറ്റ് ആ ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു മന്ത് കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ എക്സാം ആയിരിക്കും. അവിടെയും നിങ്ങളെ സർക്കിൾസ് ആക്കിയിരുത്തും ആൻഡ് സീറ്റ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല കട്ട് ഓഫിലുള്ളൊരു എക്സാം നടത്തിയതിന് ശേഷമായിരിക്കും എൻട്രി അവൈലബിൾ ആയിരിക്കും. ആൻഡ് അവിടെയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വെണ്ടർ സപ്പോർട്ട് കാണും. അതിനുശേഷം വരുന്നതാണ് റിപ്പ് അല്ലെങ്കിൽ റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അത്യാവശ്യം പരീക്ഷയൊക്കെ എഴുതി ഇനി നോട്ടിഫിക്കേഷൻ വരാൻ ടൈം ഉണ്ടെങ്കിൽ ആ ടൈം അത്ര നിങ്ങൾ കംപ്ലേസൻ്റ് ആയിട്ട് ഇരിക്കേണ്ട, പകരം വർക്കൗട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ദാറ്റ് നിങ്ങളുടെ കൺസിസ്റ്റൻസി എവിടെയാണോ നിങ്ങൾ നിർത്തിയിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കീപ്പ് അപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ആൻഡ് ഫൈനൽ സെഷൻ എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. ഇപ്പോൾ ബാങ്ക് എക്സാംസിൻ്റെ മിക്ക PO എക്സാംസിൻ്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസിൻ്റെയും കൂടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് ഫൈനലി മെറിറ്റ് ലിസ്റ്റിൽ കയറി കൂടാനായിട്ട് പറ്റുക. അപ്പം അവിടെ എങ്ങനെ ഏതൊക്കെ എറ്റിക്വറ്റിൽ നിങ്ങൾ അപ്പിയർ ചെയ്യണം, അവിടെ എന്തൊക്കെ സംസാരിക്കണം, എങ്ങനെയൊക്കെ കാര്യങ്ങൾ പെർഫോം ചെയ്യണം എന്നുള്ളതിൻ്റെ അവയർനെസ്സും കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫോർട്ട് ഏതാണ്, നിങ്ങൾക്ക് ക്യാമ്പസിൽ വന്ന് ഇൻവോൾവ് ആയിട്ടാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ ഓഫ്ലൈനിലും ജോയിൻ ചെയ്യാം. മറിച്ച് അതല്ല വീടിൻ്റെ കംഫോർട്ടിലിരുന്ന് പഠിക്കാനോ, മറിച്ച് വർക്കിംഗ് പ്രൊഫഷണൽസ് ആണെങ്കിലോ അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലും തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 3 അക്കൗണ്ടൻസ് ഉണ്ട്, A, B and C. ആൻഡ് A alone can ഫയൽ എ റിട്ടേൺ ഇൻ അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഫയൽ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യാൻ എക്ക് 6 hour കൊണ്ട് പറ്റും ആൻഡ് ബിക്ക് മാത്രമായിട്ട് 10 മണിക്കൂർ കൊണ്ട് പറ്റും. ഇനി 3 പേരും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 3 മണിക്കൂർ കൊണ്ട് ആ പണി കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നോക്കിയേ, നമ്മളിവിടെ LCM എന്ന് പറയുന്നൊരു മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. അതായത് ഇവിടെ ടൈം എൻ്റെ ടൈം എത്ര? എ ഒരു പർട്ടിക്കുലർ വർക്ക് ചെയ്യാനായിട്ട് 6 മണിക്കൂർ എടുക്കും, B 10 മണിക്കൂർ എടുക്കും, സിൻ്റെ അതെനിക്ക് അറിയത്തില്ല. പക്ഷേ 3 പേരും കൂടെ ഒരുമിച്ച് ചെയ്യാനായിട്ട് ഒരു സെയിം വർക്ക് ചെയ്യാനായിട്ട് 3 മണിക്കൂർ എടുക്കും. അപ്പം ഞാൻ 6നെയും 10നെയും 3നെയും കൊണ്ട് ഒരുപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു നമ്പർ LCM കണ്ടുപിടിക്കണം. 6നെയും 10നെയും 3ൻ്റെ LCM കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ നോക്കി പോകണം. അപ്പോൾ 20 എടുക്കുവാണെങ്കിൽ 20നെ 6 കൊണ്ടും 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ 30 ആണെങ്കിലോ പറ്റുമല്ലോ, 30നെ 6 കൊണ്ടും പറ്റും 3 കൊണ്ടും പറ്റും. അപ്പം ഞാൻ ഇവരുടെ 3 പേരുടെ LCM ആയിട്ടുള്ള 30നെ എന്തായിട്ടെടുത്തു? വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എടുത്തു. വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് ഞാൻ 30നെ എടുത്തു. അപ്പം 30, ഇപ്പോൾ വർക്ക് 30 ആണെങ്കിൽ എഫിഷ്യൻസി എന്തായിരിക്കും? വർക്ക് ബൈ ടൈം അല്ലേ എഫിഷ്യൻസി. അപ്പോൾ വർക്ക് 30 ആണ്, 30/6 5, 30/10 3 ആൻഡ് ഫൈനലി 30/3 10. ഇതിനർത്ഥം എന്താ? നമ്മൾ പറഞ്ഞായിരുന്നു എഫിഷ്യൻസീസ് മാത്രമേ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ എഫിഷ്യൻസി 5, ബിൻ്റെ എഫിഷ്യൻസി 3 ആൻഡ് എൻ്റെയും ബിൻ്റെ സീൻ്റെ കമ്പൈൻഡ് എഫിഷ്യൻസി 10. എപ്പോൾ? വർക്ക് 30 ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നോക്കിയേ, സീൻ്റെ ഇവിടെ ഒരു മിസ്സിങ് അല്ലേ? 5 + 3 പ്ലസ് സീൻ്റെ എഫിഷ്യൻസിയും കൂടെ കൂട്ടുമ്പോൾ 10 വരണം. അപ്പോൾ 5ൻ്റെയും 3ഉം കൂടെ കൂട്ടിയപ്പോൾ 8 ആയി. ഇനി 8ൻ്റെ കൂടെ എത്രയും കൂടെ ആഡ് ചെയ്താലേ 10 വരത്തുള്ളൂ? 2. അപ്പോൾ സീൻ്റെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 2 വരും. ഇനി ചോദിച്ചേക്കുന്നത് എന്താ? ഇൻ വാട്ട് ടൈം വിൽ സി അലോൺ ഫയൽ ദ സെയിം റിട്ടേൺ? അതായത് ഈ സെയിം വർക്ക് സി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കുന്നു? അപ്പം നമ്മൾ വർക്ക് എത്ര ടോട്ടൽ? അല്ല, ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന വർക്ക് 30 യൂണിറ്റ് ആണ്. അപ്പോൾ ടൈം ടേക്കൺ ബൈ സി എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് സി. ടോട്ടൽ വർക്ക് എത്ര? 30 ആൻഡ് എഫിഷ്യൻസി എത്ര? 2. അതായത് 15 അവേഴ്സ് എടുക്കും. 15 അവർ വേണം സിക്ക് ആ ഒരു കംപ്ലീറ്റ് ടാസ്ക് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓപ്ഷൻ 1 വിൽ ബി യുവർ ആൻസർ. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ.
ക്വസ്റ്റിനകത്ത് പറയുന്നത് എന്താ, 2 ആൾക്കാരുണ്ട്, എമ്മും എന്നും. എമ്മിന് ഒരു കംപ്ലീറ്റ് വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുക്കും? 50 ദിവസം എടുക്കും. ആൻഡ് എൻ ക്യാൻ കംപ്ലീറ്റ് സെയിം വർക്ക് എലോൺ ഇൻ എത്ര ദിവസം? 100 ഡേയ്സ്. ഇഫ് ബോത്ത് ഓഫ് ദം വർക്ക് ടുഗദർ ഇൻ 25 ഡേയ്സ്, അല്ലെ 25 ദിവസത്തേക്കിന് അവർ പണിയെടുത്തെങ്കിൽ ടോട്ടൽ വർക്കിൻ്റെ എത്ര ശതമാനമാണ് 2 പേരും കൂടെ കംപ്ലീറ്റ് ചെയ്തത് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കി, എം ഉണ്ട്, ഇവിടെ നമ്മൾ LCM മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. എമ്മും ഉണ്ട്, എന്നും ഉണ്ട്. അപ്പം അവരുടെ ടൈം, എം എത്ര ദിവസം എടുത്തു ഒരു പണി ചെയ്യാനായിട്ട്? 50 ഡേയ്സ്. ഈ സെയിം പണി ചെയ്യാനായിട്ട് എന്ന് 100 ദിവസം എടുത്തു. അപ്പം ഇതിൻ്റെ LCM ആയിട്ട് നമ്മൾ എന്തിനായിട്ട് എടുക്കുന്നത്? അല്ലെ LCM എന്തിനെ കാണിക്കും? വർക്കിനെ കാണിക്കും. 100ൻ്റെ 50ൻ്റെ LCM എത്ര വരും? 100 വരും. അപ്പം എഫിഷ്യൻസി എന്ത് വരും ഇവരുടെ? എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക്, നമ്മളിതിനെ വർക്കായിട്ട് എടുത്തേ, വർക്ക് ബൈ ടൈം, അതായത് 2, വർക്ക് ബൈ ടൈം അതായത് 1. അതായത് എമ്മിൻ്റെ എഫിഷ്യൻസി 2ഉം എന്നിൻ്റെ എഫിഷ്യൻസി 1ഉം. ഇതെന്താ ഇംപ്ലൈ ചെയ്യുന്നത്? ഒരു ദിവസം എമ്മിന് 2 യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, എന്നിനോ ഒരു ദിവസം 1 യൂണിറ്റ് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഇവർ 2 പേരും 25 ദിവസത്തേക്കിന് വർക്ക് ചെയ്തു. അപ്പോൾ കംപ്ലീറ്റഡ് വർക്ക് എത്ര? വർക്ക് കംപ്ലീറ്റഡ് WC ഈസ് ഈക്വൽ ടു വർക്ക് കംപ്ലീറ്റഡ് ഈസ് ഈക്വൽ ടു കമ്പൈൻഡ് എഫിഷ്യൻസി എത്ര? ഈ 25 ദിവസം 2 പേര് ഒരുമിച്ചല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 പേരുടെയും കമ്പൈൻഡ് എഫിഷ്യൻസി വേണ്ടേ? 2 + 1 3 ഇൻറ്റു 2 പേരും കൂടെ ഒരു ദിവസം 3 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആക്കും. അങ്ങനെ എത്ര ദിവസം ചെയ്യുന്നുണ്ട്? 25 ദിവസം. ഒരു ദിവസം 3 വർക്ക് ചെയ്യും. അങ്ങനെ 25 ദിവസം കൊണ്ട് 3 × 25 75 യൂണിറ്റ് ഓഫ് വർക്ക് അവർ ഒരുമിച്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വർക്ക് എത്രയാണെന്നായിട്ട് നമ്മൾ എടുത്തേ? 100. അപ്പോൾ 100ൽ 75 കഴിഞ്ഞു. അതായത് 100ൻ്റെ എത്ര ശതമാനം? 75. ചെയ്ത് നോക്കാനായിട്ട് നിൽക്കല്ലേ. 100ൻ്റെ എത്ര ശതമാനമോ? അപ്പോൾ തന്നെ പറഞ്ഞോണം എത്ര? 75% നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 100ൻ്റെ 75 എന്ന് പറയുന്നത് 75% അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ 6ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും നമ്മൾ LCM മെത്തേഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിക്ക് ഒരു വർക്ക് കംപ്ലീറ്റ്ലി ചെയ്യാനായിട്ട് 15 ദിവസം വേണം. അപ്പോൾ പി ക്യൂ, പിന്നെ ഏതാ? പിയും ക്യൂ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് വേണ്ട. ഓക്കെ. അപ്പോൾ ടൈം പി എത്ര ദിവസം എടുക്കും വർക്ക് ചെയ്യാനായിട്ട്? 15 ഡേയ്സ് എടുക്കും. ആൻഡ് ക്യൂവോ? ക്യൂ 12 ഡേയ്സ് എടുക്കും. അപ്പോൾ 15ൻ്റെയും 12ൻ്റെയും LCM കാണണം. എത്ര? 15ൻ്റെയും 12ൻ്റെയും LCM എത്ര? 60. അത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും 2 നമ്പേഴ്സിൻ്റെ LCM കാണണമെങ്കിൽ നോർമലി കാണാതെ, എസ്പെഷ്യലി ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ ഏറ്റവും വലിയ നമ്പർ ഏതാണോ അതിൻ്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് നോക്കുക. അതായത് 30 എടുത്ത് നോക്കുക. 30നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ 15ൻ്റെ 3ാമത്തെ മൾട്ടിപ്പിൾ 45 കൊണ്ട് നോക്കുക. 12നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പോയി ഏകദേശം കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. അപ്പോൾ 60 LCM ആയിട്ടെടുത്ത്, LCM എന്താ? വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ന്യൂമറിക്കൽ വാല്യൂ. അപ്പോൾ ടോട്ടൽ വർക്ക് 60 ആയിട്ട് എടുത്തു. അതിൻ്റെ ഉപയോഗം എന്താ? എഫിഷ്യൻസി എന്ന് പറയുന്നത് വർക്ക് ബൈ ടൈമാണ്. അപ്പം 60/15 4, 60/12 5. അതായത് എഫിഷ്യൻസിയുടെ റേഷ്യോ 4:5 എന്ന് വന്നു. ഒരു ദിവസം 4 യൂണിറ്റ് വർക്കാണ് ആര് പി ചെയ്യുന്നതെങ്കിൽ ക്യൂവിന് ഒരു ദിവസം 5 യൂണിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നോക്കി, ഇങ്ങനെ ഇവർ 3 ദിവസം പണിയെടുത്തു. അപ്പം കംപ്ലീറ്റഡ് ആയിട്ടുള്ള വർക്ക് എത്ര? വർക്ക് കംപ്ലീറ്റഡ് WC വർക്ക് കംപ്ലീറ്റഡ് ഈസ് ഈക്വൽ ടു 3 ദിവസവും ഇവർ ഒരുമിച്ചല്ലേ പണിയെടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഇവർ എത്ര യൂണിറ്റ് കംപ്ലീറ്റ് ആക്കും? 4 + 5 രണ്ടുപേരും ഒരുമിച്ചുണ്ട്. 9 യൂണിറ്റ് വർക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ആക്കും. അങ്ങനെ എത്ര ദിവസം ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്? 3 ദിവസം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ 27 യൂണിറ്റ് വർക്ക് ഇവർ ഒരുമിച്ച് 3 ദിവസം കൊണ്ട് ചെയ്യും. റിമൈനിങ് എത്ര? 60 യൂണിറ്റ് ഉണ്ടായിരുന്നു, അതിൽ 27 ചെയ്ത് കഴിഞ്ഞു. ഇനിയും റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് 33 യൂണിറ്റാണ്. 60 - 27 33 യൂണിറ്റ് വർക്ക് ചെയ്യാനുണ്ട്. ഇത് ആരാ ചെയ്യേണ്ടത്? പി അങ്ങ് പോയി, ഇനി ക്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിമൈനിങ് ഡേയ്സ് അല്ലെ റിമൈനിങ് ടൈം എന്ന് പറയുന്നത് എങ്ങനെ? നമ്മൾ സാറിന് ടൈം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വർക്ക് ആൻഡ് എഫിഷ്യൻസി വെച്ചിട്ട് വർക്ക് ബൈ, അതായത് റിമൈനിങ് വർക്ക് ബൈ എഫിഷ്യൻസി ഓഫ് ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് എന്ത്? റിമൈനിങ് ടൈം ടേക്കൺ ബൈ ക്യൂ ടു ഫിനിഷ് ദ റിമൈനിങ് വർക്ക് കിട്ടും. റിമൈനിങ് വർക്ക് എത്ര? 33 എഫിഷ്യൻസി ഓഫ് ക്യൂ എത്ര? 5. അതായത് 33/5 എന്ന് പറഞ്ഞാൽ 6 വരും അല്ലേ? 30-നകത്ത് 5 6 തവണ അടങ്ങും. അപ്പോൾ ഓപ്ഷൻ അപ്പം തന്നെ കുത്താൻ പറ്റും. 6.6 ഡേയ്സ് എന്ന് ആൻസർ വരും. സോ ഓപ്ഷൻ 4 വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ.
വർക്കിംഗ് 15 hours a day, വൈഭവ് ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 35 days. ഹൗ മെനി അവേഴ്സ് എ ഡേ ഷുഡ് ഹി വർക്ക് സോ ആസ് ഹി ഫിനിഷ് ദ വർക്ക് ഇൻ 25 days? ഇപ്പോൾ വൈഭവിന് ഒരു പീസ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ദിവസം വേണം. അപ്പം ഒരു ദിവസം 15 മണിക്കൂർ അയാൾ വർക്ക് ചെയ്യും. അങ്ങനെ എത്ര ദിവസം വർക്ക് ചെയ്യും? 35 ദിവസം. അപ്പോൾ ഒരു ദിവസം 15 മണിക്കൂർ വർക്ക് ചെയ്ത് 35 ദിവസം ആകുമ്പോൾ 15 × 35 ദിവസം അയാൾ വർക്ക് ചെയ്യും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വർക്കിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് എടുത്തു. 15 × 35 സംതിങ് വർക്ക് അയാൾ ചെയ്യും. അതായത് ഒരു ദിവസം 15 മണിക്കൂർ വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ ഒരു മണിക്കൂറിൽ അയാൾ ഒരു കട്ട പെറുക്കി വെക്കുമെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 15 മണിക്കൂറിൽ 15 ബ്രിക്സ് അയാൾ പെറുക്കി വെക്കുക. അപ്പം അങ്ങനെ 35 ഡേയ്സ് കൊണ്ട് അയാൾ 15 × 35 കട്ട പെറുക്കി വെച്ചാൽ അത്രയും യൂണിറ്റ് ഓഫ് വർക്ക് അയാൾ ചെയ്തു. ഇനി ഈ സെയിം വർക്ക് തന്നെ അയാൾ ചെയ്യണം. എത്ര ദിവസം കൊണ്ട്? 25 ദിവസം കൊണ്ട്. ഒരു ദിവസം അയാൾ എക്സ് മണിക്കൂർ വർക്ക് ചെയ്യുമെന്ന് വെച്ചോ. അതായത് ഇയാളുടെ ഷിഫ്റ്റിംഗ് രീതി മാറ്റി, പണി ചെയ്യുന്ന രീതി. അതായത് ഈ സെയിം വർക്ക് 25 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇയാൾ എത്ര മണിക്കൂർ ഒരു ദിവസം എടുക്കണമായിരുന്നു? അപ്പോൾ ആൻസർ എന്ത് വരും? എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? 15 × 35/25, അതായത് 21 ഡേയ്സ് എന്ന് ആൻസർ വരും. അപ്പോൾ ഓപ്ഷൻ 1 വിൽ ബി യുവർ ആൻസർ. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ടൈം ആൻഡ് വർക്കിൻ്റെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ.